ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സിലബസ്, ന്യൂമറിക്കൽ അനാലിസിസിൻ്റെ സിലബസ്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേര് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. അതിനകത്ത് ബൈസെക്ഷൻ മെത്തേഡ്, അതായത് നമുക്കൊരു റൂട്ട്, ഒരു f(x)=0 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ എക്സ് എന്ന് പറഞ്ഞ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സാണ്. ഒരെണ്ണം ബൈസെക്ഷൻ മെത്തേഡ്, രണ്ടാമത്തെ ഫിക്സഡ് പോയിൻ്റ് ഇറ്ററേഷൻ, മൂന്നാമത് വരുന്നത് ന്യൂട്ടൺസ് മെത്തേഡ് ആൻഡ് ഇറ്റ്സ് എക്സ്റ്റെൻഷൻസ്. നമ്മുടെ തേർഡ് മെത്തേഡ് ന്യൂട്ടൺസ് മെത്തേഡ് ആൻഡ് ഇറ്റ്സ് എക്സ്റ്റെൻഷൻസ്. ആൻഡ് അതിനകത്ത് നാലാമത് നമുക്ക് നോക്കേണ്ടത് എറർ അനാലിസിസ് ഫോർ ഇറ്ററേറ്റീവ് മെത്തേഡ്സ്, അതിൻ്റെ ഓർഡർ ഓഫ് കൺവേർജൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇനി ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ അതിനകത്ത് അൽഗരിതം കാണാം. അത് നമുക്ക് ആവശ്യമില്ല, അൽഗരിതം നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം മൂവ് ചെയ്യുന്നത് ബൈസെക്ഷൻ മെത്തേഡ്സിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളിനി കാണാൻ പോകുന്ന നമ്മുടെ ഫുൾ സിലബസാണ്. ഇത് നമ്മുടെ സിലബസിൻ്റെ, അതായത് ന്യൂമറിക്കൽ അനാലിസിസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഭാഗമാണ് ഇത്രയും കാണുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും, 3 മൊഡ്യൂളാണ് നമുക്കുള്ളത്. തേർഡ് മൊഡ്യൂളിൽ ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമ്മൾ സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും ന്യൂമറിക്കലി എങ്ങനെ ചെയ്യാം, അപ്പോൾ കറക്റ്റ് ആൻസറിലേക്ക് നമ്മളെത്തും. എക്സാക്റ്റ് ആൻസർ ആയിരിക്കില്ല, ഒരു അപ്രോക്സിമേറ്റ് ആൻസർ ആയിരിക്കും. അവിടെയും അൽഗരിതം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. ഇനി തേർഡ് മൊഡ്യൂൾ 3 പറയണത് ചില IVP, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ IVPs ത്രൂ ന്യൂമറിക്കൽ അനാലിസിസ് എങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഐ എം എഗെയിൻ സേയിങ് യു ദിസ് ഈസ് എ സിമ്പിൾ സിലബസ്, ബട്ട് നമുക്ക് എന്ത് വേണം, ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു പഠിക്കാനുള്ളൊരു നേച്ചർ നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പാസ്സാവുന്ന ഒരു പേപ്പറാണ് ന്യൂമറിക്കൽ അനാലിസിസ്, 6th സെമ്മിൻ്റെ ന്യൂമറിക്കൽ അനാലിസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസിൽ കണ്ടതുപോലെ നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈസെക്ഷൻ മെത്തേഡ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, നമ്മളതിനെ 2 സെക്ഷൻസ് ആക്കി, ഒരു ഇൻ്റർവെല്ലിനെ 2 സെക്ഷൻസ് ആക്കി മാറ്റിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ബൈസെക്ഷൻ മെത്തേഡ് നോർമലി അല്ലെങ്കിൽ ബേസിക്കലി യൂസ്ഡ് ടു ഫൈൻഡ് ദ റൂട്ട് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് ദ ഫോം f(x)=0. f(x)=0 എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ ബൈസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമുക്കറിയാം, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ ആണെങ്കിൽ അതിനെ ഫാക്ടറൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോർമുല വെച്ചിട്ടൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഇതല്ലാതെ വരുന്ന f(x)=0 ഫോമുലയുള്ള ഒരുവിധം എല്ലാ ഫങ്ഷൻസിൻ്റെയും റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഈ മെത്തേഡിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ആണ്. ഐ ഹോപ്പ് വിച്ച് ഈസ് ഫെമിലിയർ വിത്ത് ഫോർ ഓൾ ഓഫ് യു. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ഇൻ ആൻ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ AB വിത്ത് f(a) ആൻഡ് f(b) ആർ ഇൻ ഓപ്പോസിറ്റ് സൈൻ. അവരുടെ സൈൻ ഐദർ f(a) പോസിറ്റീവ് ആണെങ്കിൽ f(b) വിൽ ബി നെഗറ്റീവ് ഓർ വൈസ് വേഴ്സ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒരു ക്ലോസ്ഡ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ എൻഡ് പോയിൻറ്റ്സിലെ വാല്യൂസ് ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ അവിടെ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവെല്ലിനകത്ത് നമ്മുടെ ഈ ഫംഗ്ഷൻ f(x)ന് ഒരു 0 എക്സിസ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അതിനകത്തൊരു എക്സ്, ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ ABക്കകത്ത് എക്സ് എന്ന് പറഞ്ഞൊരു പോയിൻറ്റിൽ നമുക്ക് f(x)=0 കിട്ടും. അതെങ്ങനെ നമുക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്, എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമ്മുടെ ഒരു ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ A,Bക്കകത്ത് കണ്ടിന്യൂസ് ആണ്. നമ്മളോട് അവർ പിന്നൊരു കാര്യം പറയുന്നു, ലെറ്റസ് അസ്യൂം f(a) എന്ന് പറയുന്നത് നെഗറ്റീവും f(b) പോസിറ്റീവും ആണ്. ക്ലോസ്ഡ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ്റർവെൽ, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിനകത്ത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുമ്പോൾ അതിങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടാവുക, അല്ലേ? f(a) പോസിറ്റീവും f(a) നെഗറ്റീവും f(b) പോസിറ്റീവായിട്ടും വരണമെങ്കിൽ. അപ്പോൾ നോക്കൂ, നമ്മുടെ ഈ ഫംഗ്ഷൻ x ആക്സിസിനെ
ഈ എക്സ് ആക്സിസിനെ കട്ട് ചെയ്തു പോകുന്നു. വിച്ച് മീൻസ് ഏതോ ഒരു പോയിന്റിൽ എക്കും ബിക്കും ഇടയിലുള്ള ഏതോ ഒരു പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് അതിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്തു പോകുന്നു എന്ന് വെച്ചാൽ ആ പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ എഫിന് ഒരു സീറോ ഉണ്ട് അല്ലെങ്കിൽ ഒരു റൂട്ട് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് ആ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. നോർമലി നമുക്കിപ്പോൾ ക്വാഡ്രാറ്റിക്കിൻ്റെ ഏതിൻ്റെ ആണെങ്കിലും സൊല്യൂഷൻ എളുപ്പത്തിൽ കിട്ടുന്ന ഇൻറ്റിജേഴ്സ് ആണെങ്കിലാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സീറോ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് ബൈസെക്ഷൻ മെത്തേഡ് വെച്ച്. അപ്പോൾ അതിൻ്റെ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് നോക്കുക, എഫ് കണ്ടിന്യൂസ്. അപ്പോൾ ബൈസെക്ഷൻ മെത്തേഡിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറമാണ്. ഈ മെത്തേഡ് നമ്മൾ ബൈസെക്ഷൻ അല്ലെങ്കിൽ ബൈനറി സെർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് വാല്യൂസ് എടുത്തിട്ടാണ് അത് സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നോക്കുക, നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു? ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിക്ക് അകത്ത് പി എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് നമ്മുടെ സീറോ വരുന്നത്. ആ പി എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നു, ലെറ്റ് A1 ഈക്വൽ ടു എ, ദ ലെഫ്റ്റ് എൻഡ് പോയിന്റ് ഓഫ് ദി ഇൻ്റർവൽ, ആൻഡ് B1 ഈക്വൽ ടു ബി, ദ റൈറ്റ് എൻഡ് പോയിന്റ്. അപ്പോൾ മാക്സിമം മിനിമം A1ഉം B1ഉം ആയിട്ട് എടുത്തു. ഇനി P1 എന്ന് പറയുന്നത് അതിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട് എടുക്കുക. അതായത് എക്സാക്ട്ലി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇൻ്റർവെല്ലിനെ ബൈസെക്റ്റ് ചെയ്യുന്നു, നടുവെച്ച് മുറിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ P1 നമുക്ക് എങ്ങനെ കിട്ടും? A1 പ്ലസ് B1/2. അത് എഴുതിയിരിക്കുന്ന രീതി നോക്കൂ, A1 പ്ലസ് B1 മൈനസ് A1/2. ഫലത്തിൽ എന്താണ്? A1 പ്ലസ് B1/2 എന്ന് തന്നെയാണ്. ഇനി എഫ് ഓഫ് P1 ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് എക്സാക്ട്ലി എഫ് ഓഫ് P1 ഈക്വൽ ടു 0 കിട്ടുകയാണെങ്കിൽ P1 ഈസ് എ റൂട്ട്. അപ്പോൾ നമുക്ക് എന്തെന്ന് കൊടുക്കാം? P1 ഈക്വൽ ടു P എന്ന് കൊടുക്കാം. നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. ബട്ട് നോർമലി നമ്മുടെ പ്രോസസ്സ് അങ്ങനെ കഴിയാറില്ല. നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? അപ്പോൾ എഫ് ഓഫ് P1 നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് അസ്യൂം ചെയ്യുക. ഇനി അപ്പോൾ എഫ് ഓഫ് P1ൻ്റെ സൈൻ നോക്കുക. അപ്പോൾ എന്താ? എഫ് ഓഫ് P1ൻ്റെ സൈനും എഫ് ഓഫ് A1ൻ്റെ സൈനും സെയിം ആണോ? ഇനി എഫ് ഓഫ് P1, അതായത് എഫ് ഓഫ് P1 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. ഇനി എഫ് ഓഫ് P1ഉം എഫ് ഓഫ് A1ഉം സെയിം സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? A1നെ നമ്മളങ്ങ് ഒഴിവാക്കും. എന്നിട്ട് A2 ഈക്വൽ ടു P1 എന്നും B2 ഈക്വൽ ടു B1, അതായത് പുതിയൊരു A2ഉം B2ഉം എടുക്കുകയാണ്. A2 ആയിട്ട് നമ്മുടെ P1നെ എടുക്കുന്നു, B2 ആയിട്ട് B1നെ തന്നെ എടുക്കുന്നു. എപ്പോൾ A1ൻ്റെയും എഫ് ഓഫ് A1ൻ്റെയും എഫ് ഓഫ് P1ൻ്റെയും സൈൻ ഈക്വൽ ആവുകയാണെങ്കിൽ. കോൺവേഴ്സ്ലി നമ്മുടെ എഫ് ഓഫ് P1ൻ്റെയും എഫ് ഓഫ് B1ൻ്റെയും ആണ് സൈൻ ഈക്വൽ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? B1നെ അങ്ങ് ഒഴിവാക്കും. എന്നിട്ട് A2 ഈക്വൽ ടു A1 എന്നും B2 ഈക്വൽ ടു P1 എന്നും എടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 റൂട്ട് കണ്ടുപിടിക്കേണ്ടതായ ഫംഗ്ഷൻ ഏത് ഇൻ്റർവെല്ലിലാണെന്ന് നോക്കുക. ആ ഇൻ്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? അതിനകത്ത് ഒരു 0 ഡെഫിനറ്റ്ലി അറ്റ്ലീസ്റ്റ് 1, എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാവാം കേട്ടോ, അറ്റ്ലീസ്റ്റ് 1 എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അതൊരു യുണീക്ക് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ പ്രോസസ്സ് തുടങ്ങുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു? A1 ഈക്വൽ ടു A എന്നും B1 ഈക്വൽ ടു B എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഫ് ഓഫ് A1ഉം എഫ് ഓഫ് B1ഉം കണ്ടുപിടിക്കും. നോർമലി അത് രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന പോയിൻ്റ് P1 ആണ്. P1 ഈക്വൽ ടു A1 പ്ലസ് B1 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എഫ് ഓഫ് P1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എഫ് ഓഫ് P1 ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതായ 0 P ഈക്വൽ ടു P1 വി ആർ ഡൺ. ഇഫ് എഫ് ഓഫ് P1 നോട്ട് ഈക്വൽ ടു 0 we need to find the sign of f of P1. If f of P1 and f of A1 are of same sign, രണ്ടും പോസിറ്റീവോ രണ്ടും നെഗറ്റീവോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? B2 ഈക്വൽ ടു B1 എന്നും A2 ഈക്വൽ ടു P1 എന്നും എടുക്കും. എന്നിട്ട് ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അഥവാ എഫ് ഓഫ് P1ൻ്റെയും എഫ് ഓഫ് B1ൻ്റെയും ആണ് സൈൻ ഈക്വൽ എങ്കിൽ
B1 അങ്ങ് ഒഴിവാക്കും. അപ്പോൾ A2 ഈക്വൽ ടു A1ഉം B2 ഈക്വൽ ടു P1ഉം എടുക്കും. സെയിം പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ A2 B2 നേരത്തെ A1 B1 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ എടുത്തതിന് പകരം A2 B2 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ എടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ബൈസെക്ഷൻ മെത്തേഡ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കേസാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അക്യുറസി വളരെ കുറവാണ്. നമ്പർ ഓഫ് സ്റ്റെപ്സ് നമുക്ക് പലപ്പോഴും കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. വൺസ് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, AB എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ A1 ഈക്വൽ ടു A, B1 ഈക്വൽ ടു B. ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഈസ് P1 ഈക്വൽ ടു A1 പ്ലസ് B1 ഡിവൈഡഡ് ബൈ 2. നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഓഫ് P1 കണ്ടുപിടിക്കണം. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 വി ആർ ഡൺ. ഇഫ് നോട്ട്, ഫൈൻഡ് ദ സൈൻ ഓഫ് എഫ് ഓഫ് P1. എഫ് ഓഫ് A1ഉം എഫ് ഓഫ് P1ഉം ഈക്വൽ സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, A2 ഈക്വൽ ടു P1 എന്നും B2 ഈക്വൽ ടു B1 എന്നെടുക്കും. തിരിച്ച് എഫ് ഓഫ് P1ൻ്റെയും എഫ് ഓഫ് B1ൻ്റെയും സൈൻ ഈക്വൽ ആണെങ്കിൽ നമ്മൾ A2 ഈക്വൽ ടു A1 എന്നും B2 ഈക്വൽ ടു P1 എന്നും എടുത്തിട്ട് നമ്മുടെ വീണ്ടും A2 B2 എന്ന് പറഞ്ഞ ആ ഇൻ്റർവെല്ലിന് ഈ സ്റ്റെപ്പ് 1ഉം 2ഉം റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഏകദേശം എഫ് ഓഫ് P1 അല്ലെങ്കിൽ എഫ് ഓഫ് PI ഈക്വൽ ടു 0 എന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നമ്മളത് അപ്രോക്സിമേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ അതിൻ്റെ തിയറി പോർഷൻ. അത് അൽഗരിതം വരുന്നുണ്ട്. നമുക്ക് അൽഗരിതം വേണ്ട എന്ന് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ ഒമിറ്റിംഗ് ദിസ് പോർഷൻ. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ.